ആവേശകരമായ മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഡംബോ എഫ്സിക്കെതിരെയാണ് ആതിഥേയരായിട്ടുള്ള ഗോകുലം കേരള FC ഇറങ്ങുന്നത്. ഇന്ന് ഒരു ചരിത്ര വിജയത്തിലേക്കുള്ള ഒരു സ്വപ്നവുമായിട്ടാണ് ഗോകുലം കേരള FC ഇറങ്ങുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ വിജയവും അതുപോലെ തന്നെ കാശ്മീരിൽ നടക്കുന്ന മത്സരത്തിൽ റിയൽ കാശ്മീർ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അരുണാചൽ പ്രദേശ് തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കിരീടം ഗോകുലം കേരള FCയുടെ കരങ്ങളിലെത്തും. മൂന്നാം കിരീടം എന്നുള്ള ആ സ്വപ്നവും ഒപ്പം തന്നെ ISLലേക്കുള്ള പ്രവേശനവും ആ സ്വപ്നവുമായാണ് ഗോകുലം കേരള FC ഇറങ്ങുന്നത്. നമുക്കൊപ്പം ആരാധകരൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ഒരു മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. ഇന്നത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇന്ന് എന്തായാലും നമ്മൾ ജയിക്കുന്നതാണ് നമ്മളെ പ്രതീക്ഷ. കാരണം നമ്മളെ ഫസ്റ്റ് കപ്പടിച്ച സീസണിൻ്റെ അതേ ഒരു ആവർത്തനമാണ് ഈ സീസണിലുള്ളത്. കാരണം ഫസ്റ്റ് കപ്പടിച്ചതിൽ തുടക്കത്തിൽ കുറേ പതറി, പിന്നീട് നമ്മൾ എന്ത് ചെയ്ത് കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് എല്ലാവരെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കപ്പടിച്ച ഒരു ഓർമ്മ നമ്മളുള്ളിലുണ്ട്. അതേ ആവർത്തനം തന്നെ ഈ സീസണിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സീസണിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അന്ന് കപ്പടിച്ചപ്പോൾ നമുക്ക് കപ്പ് മാത്രമായിരുന്നുള്ളൂ. ഈ സീസണിൽ നമ്മൾ കപ്പടിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ISLലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊൽക്കത്തയും കേരളവും ഫുട്ബോളിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് 3 ടീം ISL കളിക്കുന്നുണ്ട്. ഇനി അടുത്ത സീസൺ മുതൽ കേരളത്തിന് 2 ടീം ISL കളിക്കുന്നുള്ള ഒരു പ്രത്യേകത കൂടി വരാൻ പോവാണ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ജയിച്ചുകൊണ്ട് നമ്മൾ ISLലേക്ക് കടക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ വെച്ചാൽ ഇതിപ്പോൾ നമ്മളെ ഗോകുലം ടീമിൻ്റെ ഇത് ISL പ്രവേശനം മാത്രമല്ല അവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് ഡ്രീംസുകളും അല്ലെങ്കിൽ നമ്മുടെ പ്രവീൺ സാറിനാണെങ്കിലും മറ്റേ ഗോപാലേട്ടനാണെങ്കിലും പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഗോകുലം I-ലീഗ് കപ്പടിക്കുക, ISLലേക്ക് വരിക എന്നുള്ള ഒരു യാതൊരു ഇതല്ല. അതിനെ തുടർന്ന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിനെ ഈ ഗോകുലം കേരള FC വളർത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ടീമിലേക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അണ്ടർ 9 മുതലുള്ള ടീം ഇവിടെ ഓൾറെഡി അക്കാദമിയിൽ ഉണ്ട്. ആ കുട്ടികളെ പരിശീലിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കപ്പടിക്കാൻ പോകുന്നത്. വലിയ പ്രതീക്ഷയിലാണ്. ഭാവി താരങ്ങളെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നടക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് കുട്ടികളൊക്കെ കാണാനായിക്കൊണ്ട് ആരാധകരൊക്കെ കാണാനെത്തിയിട്ടുണ്ട്. അപ്പം എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറം ജില്ലയിലെ വടക്കാഞ്ചേരി TSS ഹൈസ്കൂളിൽ നിന്നാണ് വരുന്നത്. സ്കൂൾ ടീമാണ്. സ്കൂളിൽ ഒരു ഫുട്ബോൾ അക്കാഡമി ഉണ്ട്. അക്കാഡമിയിലെ കുട്ടികളുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ കൂടെ ഞാനും പോകുന്നതാണ്. ഞങ്ങളുടെ PT മാഷുണ്ട്, അല്ലാത്ത മാഷന്മാരൊക്കെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ISLലേക്ക് എന്താണ് നേരിട്ട് പ്രവേശിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അക്കാദമിയിലെ മൊത്തം കുട്ടികളും അധ്യാപകരും HMമാണിത് എല്ലാവരും വന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തിലാണ്, ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ കളി മത്സരത്തിൽ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസ നേരുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ അക്കാദമിയിലെ കുട്ടികൾക്ക് ഈ മേഖലയിൽ ഉയർന്നു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കൂടി ഞങ്ങൾ വിദ്യാർത്ഥിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ആരാധകർ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിൽ തന്നെ മത്സരം ആരംഭിക്കും. വളരെ വർണ്ണാഭമായ ചടങ്ങുകളോട് തന്നെയാണ് ഇന്നത്തെ മത്സരം ആരംഭിക്കാനിരിക്കുന്നത്. ആരാധകർക്ക് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷിജു ചാവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.